ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് മുട്ട കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ വറവും പൊരിവൊന്നും ഇല്ലാത്ത ദിവസം ചോറിനായി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക് കീറിയതും ഒരു ചെറിയ ഉള്ളിയും മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ 3 മുട്ടയും. അപ്പോൾ പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയൊക്കെ അളവുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പം ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പച്ചവേപ്പിലയും ആഡ് ചെയ്യാം. അതുപോലെ പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുറിച്ചിടാം. ഞാൻ വലുതായി മുറിച്ചിടാൻ കാരണം കുട്ടികൾക്ക് അത് എളുപ്പത്തിൽ എടുത്തു മാറ്റി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാനിതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഉപ്പും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള റെസിപ്പികൾക്ക് വെളിച്ചെണ്ണയാണ് എനിക്ക് കൂടുതലായി ടേസ്റ്റ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ കറിവേപ്പില ആഡ് ചെയ്തു. കറിവേപ്പില ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മുട്ട മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഈ ടൈമിൽ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലായിട്ട് നോക്കാൻ ശ്രദ്ധിക്കണം, കാരണം എന്നാലേ നമ്മളെ മുട്ട നല്ല കഷ്ണങ്ങളായി കിട്ടുള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ടൈമിൽ നല്ല മണം വരും. അടിക്ക് പിടിക്കാതെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ മുട്ട നല്ല ചെറിയ പീസായിട്ട് വരും. അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലോണം വഴറ്റുകയും ചെയ്യും. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മുട്ട മിക്സ്ചർ നല്ല മുട്ട വറവായി മാറി വരും. മുട്ട വറവെന്നും മുട്ട പൊട്ടിച്ചെന്നൊക്കെ ഇവിടെ പറയാറ്. നിങ്ങളുടെ നാട്ടിൽ അതൊക്കെ തന്നെയായിരിക്കും പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നും നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നും കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.